ഹായ് ഇതാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കുഞ്ഞിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രാജകുമാരിയുടെ 6ാമത്തെ പിറന്നാളാണ്. ഇവൾക്ക് 6 വയസ്സായി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. കാരണം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു ഇവളെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. അപ്പോൾ അവൾക്ക് 6 വയസ്സായി. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഞാനും ഏട്ടനും കൂടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നതേ ആൾക്ക് ഗിഫ്റ്റൊക്കെ വേണം. കേക്ക് മുറിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയമൊന്നും തന്നില്ല. അപ്പോൾ അവൾക്ക് മോതിരം ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ചെന്നാലും എൻ്റെ കയ്യിലെ മോതിരമൊക്കെ ഊരി വാങ്ങി. അപ്പോൾ ഞാൻ അവൾക്കൊരു കുഞ്ഞു മോതിരം വാങ്ങി. സ്വർണ്ണമല്ല, വെള്ളിയുടെയാണ്. സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ടേ നമുക്ക് ഗോൾഡിൻ്റെ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം വെള്ളിയുടെ ഒരു കുഞ്ഞു മോതിരം വാങ്ങി. പിന്നെ അവളുടെ ഗിഫ്റ്റ് അവളുടെ ചേട്ടച്ച വാങ്ങിയതാണ്. ആ പെട്ടി നിറയെ കുറേ സാധനങ്ങൾ. പിന്നെ ഓണക്കോടി കൊടുത്തു 2 പേർക്കും. അച്ചുക്കുട്ടന് വേണ്ട കേട്ടോ. അച്ചുക്കുട്ടന് ഓണക്കോടി കൊടുത്തപ്പോൾ അവന് വേണ്ട. പനിയായിട്ടിരിക്കുമായിരുന്നു ആൾക്ക്. അത് കാരണം അവന് ഭയങ്കര എന്തൊക്കെയോ ഇറിറ്റേഷൻസ് ആയിരുന്നു ആൾക്ക്. അപ്പോൾ ആൾക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവന് വേണ്ട. പിന്നെ അപ്പോൾ കുഞ്ഞിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചേട്ടച്ചൻ കൊടുത്ത പെട്ടി ഞങ്ങൾ 2 പേരും കൂടെ പൊട്ടിക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, അവൾക്ക് കളിപ്പാട്ടോ ഗെയിം കളിക്കുന്ന എന്തൊക്കെയോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും അവളും കൂടെ കൂടിയിട്ട് അത് പൊട്ടിച്ച് എല്ലാം എടുക്കുവാണ്. അപ്പോൾ കുഞ്ഞിക്ക് 6 വയസ്സായി. കുഞ്ഞിന്ന് ഞാൻ വിളിക്കുന്ന കേട്ടോ. ഞാൻ എൻ്റെ വായിൽ തോന്നുന്ന പേരൊക്കെ വിളിക്കും. ആദ്യം ഞാൻ ചിങ്കാരിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുഞ്ഞിയായി. വീട്ടിലെല്ലാവരും ദക്ഷപ്പാന്നാണ് വിളിക്കുന്നത്. ദക്ഷ എന്നാണ് അവളുടെ പേര്, ദക്ഷ അരുൺ. അപ്പോൾ അത് അവളുടെ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ എടുത്ത് നോക്കി. എന്തൊക്കെയോ കുറേ ഗെയിം കളിക്കുന്ന സാധനങ്ങൾ, പിന്നെ സ്റ്റിക്കർ പോലെ എന്തൊക്കെയോ ഒട്ടിക്കുന്നത്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ 2 കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവൾക്ക് ജീവനുള്ള കോഴീനെ വേണമെന്നാണ് പറഞ്ഞത് ഏട്ടൻ്റെ അടുത്ത്. പക്ഷേ എങ്കിൽ അത് വാങ്ങി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 2 കോഴിക്കുഞ്ഞിൻ്റെ ഇത് കീ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ, അത് കൊടുത്തപ്പോൾ അച്ചുക്കുട്ടന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവനത് നടക്കുന്ന കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം വന്നു. അത്ര നേരം ആൾ മൂഡ് ഓഫ് ആയിരുന്നേ. അതൊക്കെ കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി. അപ്പോൾ 2 പേർക്കും കോഴിക്കുഞ്ഞിനെയൊക്കെ കൊടുത്തു. ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അടിച്ച് മാറ്റി കേട്ടോ. അത് വീട്ടിലിരിപ്പോട്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്തുണ്ട് കുറേ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. അതിൻ്റെ ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഞാൻ കുഞ്ഞിക്കൊരു കുഞ്ഞി കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും വെള്ളിയാണ്. അപ്പോൾ അവളുടെ കാതിൽ ഇതുവരെ സ്വർണ്ണത്തിൻ്റെ അല്ലാത്തൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പിന്നെ സ്വർണ്ണത്തിൻ്റെ കമ്മൽ ഊരിയിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ ഇട്ടപ്പോൾ നന്നായിട്ട് അവൾക്ക് ചേരുന്നുണ്ടായിരുന്നു. ചേരുന്നില്ലേ നിങ്ങൾ പറ? അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കേക്ക് കട്ടിങ് ഒക്കെ ആയിരുന്നു. കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛയും അമ്മയും അച്ചുക്കുട്ടനും എല്ലാവരും കൂടെ കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാനിരുന്നു. പിന്നെ നമ്മളത് 6 വയസ്സിൻ്റെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചു. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ എൻ്റെ കുഞ്ഞിക്ക് 6 വയസ്സായി എന്ന്. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു അവളെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. അപ്പോൾ ഇതാ കേക്ക് കട്ടിങ്ങൊക്കെ അവൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കേക്ക് കൊടുത്തു. ഇപ്പം ഞാൻ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. ലോങ് ആയി പോകുന്നുണ്ടെന്ന് തോന്നുന്നു വീഡിയോ. ഞാൻ മിക്കവാറും ഫുഡിൻ്റെ വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ കുഞ്ഞിയുടെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിത് അച്ഛയും അമ്മയും കുഞ്ഞിക്ക് കേക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അച്ഛ അവളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ച് കേട്ടോ കേക്ക് കൊടുത്തപ്പോൾ. പിന്നെ അതാ എൻ്റെ വകയായിരുന്നു. എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് കേക്ക് കൊടുത്തു. അപ്പോൾ അവൾ കാര്യമായിട്ട് കേക്ക് വേറെ പീസൊക്കെ കട്ട് ചെയ്തിട്ടാണ് എനിക്ക് തന്നത് കേട്ടോ. അവൾ വേറെ പീസൊക്കെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ആ ക്രീമുള്ള ഭാഗം തന്നെ എടുത്ത് എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ മുഖത്ത് കേക്ക് തേച്ച് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് പറഞ്ഞ് തേപ്പിക്കുമായിരുന്നു കേക്ക് കേട്ടോ. പിന്നെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ബീഫ് കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, എല്ലാം അമ്മയും അനിയത്തിയും കൂടെ ഉണ്ടാക്കിയതാണേ. പരിപ്പ് കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറ് നമ്മുടെയാണ് കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞിയുടെ ബർത്ത്ഡേയുടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.